സർക്കാർ ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ക്രൈമാണ് സംഗതി. ഈ റെയർ ഓഫ് ദ റെയറസ്റ്റ് എന്നൊന്നും പറഞ്ഞ് ഇനി തള്ളിക്കളയാൻ പറ്റുന്നില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സർക്കാർ ഹോസ്പിറ്റലുകളിലെ ചികിത്സാ പിഴവ് നമ്മൾ കേട്ടിട്ടുണ്ട്, കുറേ ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്, കുറേ പേർക്കൊക്കെ അനുഭവം ഉണ്ടാവും. ഒരു സാധാരണക്കാരൻ സർക്കാർ ഹോസ്പിറ്റലിലേക്ക് ഓടി ചെല്ലുന്നത് എന്താ അറിയുമോ? സർക്കാരിനോടും ആ സിസ്റ്റത്തിനോടുമുള്ള വിശ്വാസത്തിൽ കൂടുതൽ അവരിനി ഇറക്കാനില്ല. വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ അവരെ അറുത്തു മുറിച്ചു വിടും. അതുകൊണ്ടാണ് അവർ ഓടി ചെല്ലുന്നത്. കേരള നമ്പർ 1 ഇൻ ഹെൽത്ത് സെക്ടർ എന്നുള്ള സംഗതി ഇങ്ങനെ പറഞ്ഞ് നടക്കുക എന്നല്ലാതെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇന്ന് ന്യൂസ് മൊത്തം നിങ്ങൾ കണ്ടു കാണും. വണ്ടാനം മെഡിക്കൽ കോളേജിൽ 2021 മെയ് 10 യുട്ടേറിയൻ ഗ്രോത്ത് റിമൂവ് ചെയ്യാൻ വേണ്ടി ചെന്ന ഉഷ ജോസഫ് എന്ന 59 വയസ്സുള്ള ലേഡി, അവരുടെ സർജറി കഴിഞ്ഞിട്ടും അവരുടെ വയറ്റിൽ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ഐറ്റം, ഇതൊരു സർജിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. മൊസ്കിറ്റോ ഫോസിപ്സ് എന്ന് പറയും ഈ സാധനത്തിന്. ഇത് അത്യാവശ്യം ഇന്നൊരു ഡോക്ടർ എന്ന് പറഞ്ഞതിലൊക്കെ ഞാൻ പോവാം, അത്യാവശ്യം വലുപ്പമുള്ള സാധനമാണ് ഈ മൊസ്കിറ്റോ ഫോസിപ്സ് എന്ന് പറയുന്നത്. ഇത് ബ്ലഡ് വെസൽസും ടിഷ്യൂസും ഒക്കെ ഹോൾഡ് ചെയ്യാൻ സർജറിയുടെ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഈ സംഗതി വെച്ച് കെട്ടി വിട്ടിരിക്കുകയാണ്. 5 വർഷം ഈ ലേഡി സിവിയർ സ്റ്റൊമക്ക് പെയിനായിട്ട് പല ഡോക്ടർമാരെയും കാണിച്ചു. അവർ യൂറിനറി സ്റ്റോണാന്ന് വിചാരിച്ചു, അങ്ങനെ യൂട്രസിന് പ്രോബ്ലമാണെന്ന് വിചാരിച്ചു, അങ്ങനെ കുറേ അവർ നടന്നു. അറ്റ് ലാസ്റ്റ് അവർക്ക് യൂറിൻ പോകുമ്പോൾ ബ്ലഡ് പുറത്തു പോകുന്നു എന്നുള്ളൊരു സീനെത്തിയപ്പോൾ അവർ കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ ഡോക്ടറെ കാണിച്ചു. അവർ എക്സ്റേ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിനെ തുടർന്നിട്ടാണ് ഈ സൈഡിൽ കാണുന്നത്. ഇപ്പോൾ ഇതേപോലെ ഈ മൊസ്കിറ്റോ ഫോസിപ്സ് എന്ത് ചെയ്യാണ്, ഇവരുടെ വയറ്റിനകത്ത് അവിടെ വെച്ച് കെട്ടി തുന്നി വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ വിട്ടയച്ചു. ഇവരിത് ഇന്നലെ ന്യൂസുകാരുടെ മുന്നിൽ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ ബൈറ്റിലേക്ക് നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാം. 2021 എൻ്റെ വയറിങ്ങനെ വീർത്ത് വരുന്ന കൊണ്ടുകൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് എക്സ്റേ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലളിതാംബിക ഡോക്ടറുടെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പം പറഞ്ഞ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പം പറഞ്ഞു വലിയ മുഴയാണെന്ന് പറഞ്ഞു, മുഴ വലുതാണെന്ന് പറഞ്ഞു. അപ്പോൾ കൊറോണയുടെ സമയമായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു എന്തുവാണ് പിന്നെ അപ്പം എല്ലാ ടെസ്റ്റുകളും ഒക്കെ ചെയ്തിട്ട് എൻ്റെ അടുക്കെ പറഞ്ഞു ഒന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു തന്നു. അങ്ങനെ എനിക്കൊരു ഡേറ്റ് തന്നു. അഡ്മിറ്റ് ആകാനായിട്ട് ഞങ്ങൾ ചെന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇപ്പോൾ കൊറോണയുടെ സമയം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഒരു ഡേറ്റ് തരാം, അതിന് വരണമെന്ന് പറഞ്ഞു. ആ ഡേറ്റിന് എനിക്ക് പോകാൻ ഒത്തില്ല, കാരണം ഡോക്ടർ എനിക്ക് ഗ്യാസൊക്കെ കയറിയോണ്ട് ഞാൻ പോയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി അഡ്മിറ്റായി. ചെന്ന് പിറ്റേ ദിവസം എനിക്ക് ഓപ്പറേഷൻ ചെയ്തു. മയക്ക് ഡോക്ടറെയൊക്കെ കണ്ട് പിറ്റേ ദിവസം തന്നെ ഓപ്പറേഷൻ നടന്നിട്ട് 2ൻ്റെ അന്ന് എന്നെ വീട്ടിലും വിട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് സ്റ്റിച്ച് എടുക്കാനായിട്ട് ഒരാഴ്ചത്തെ താമസം തന്നു. അങ്ങനെ സ്റ്റിച്ച് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റിച്ച് എടുത്തപ്പോൾ ആ സ്റ്റിച്ച് കൂടെ ഇങ്ങനെ പഴുപ്പൊക്കെ വരുമായിരുന്നു. അപ്പോൾ പറഞ്ഞു അടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് മരുന്ന് വെച്ചാൽ മതിയെന്ന്. അങ്ങനെ എനിക്ക് ഇതൊക്കെ ചെയ്ത് പിന്നെ മുഴ പരിശോധിച്ച റിസൾട്ട് കിട്ടിയപ്പം പറഞ്ഞു ഇത് കാൽസ്യക്കുറവിൻ്റെതാണ് എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അങ്ങനെ അസുഖമൊന്നും ഉണ്ടാവട്ടെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വയറ്റുവേദന നടുവേദനയും ഒക്കെ ഉണ്ടാകും. വേദന ഇങ്ങനെ വരുമ്പോൾ ഞാൻ എവിടെയെങ്കിലും കൊണ്ടു കാണിച്ച് ഇഞ്ചക്ഷൻ എടുക്കും. മോനുമായിട്ട് ഒരുപാട് ആശുപത്രി കയറി ഇറങ്ങി ഇഷ്ടം പോലെ മരുന്നും പൈസയും ശരിക്കും ചിലവായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത. അങ്ങനെ ഈ എനിക്ക് ഡോക്ടർ ഞാൻ പറഞ്ഞു മൂത്രം ഒഴിക്കുമ്പോൾ എനിക്ക് ബ്ലഡാണ് പോകുന്നു. ഞാൻ പറഞ്ഞു മോനെ മൂത്രം ഒഴിക്കുമ്പോൾ അമ്മയ്ക്ക് ബ്ലഡ് പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുക്കെ പറഞ്ഞു ഞങ്ങൾ നാസർ ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വേദനയുടെ ഗുളിക തന്നിട്ട് പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പം പറഞ്ഞു മൂത്രസഞ്ചി കല്ലെന്നാണ് പറഞ്ഞു. കല്ലിൻ്റെതാണ് ബ്ലഡ് വരുന്നത്, അതുകൊണ്ട് മരുന്ന് കഴിച്ചിട്ട് ഒന്ന് എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു. മൂത്രവും പരിശോധിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ എക്സ്റേ എടുക്കാൻ പോകുന്നത്. അങ്ങനെ എക്സ്റേ എടുക്കുന്നത് എപ്പോഴാണ്? എക്സ്റേ ഞങ്ങൾ ചൊവ്വാഴ്ച ഞങ്ങൾ പോയി എക്സ്റേ എടുക്കാനായിട്ട് ചെന്നപ്പം പറഞ്ഞു ഭക്ഷണം കഴിച്ചത് കൊണ്ട് എക്സ്റേ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ബുധനാഴ്ച രാവിലെ ഭക്ഷണം കഴിക്കാതെ എല്ലാം പറഞ്ഞു. പിന്നെ ബുധനാഴ്ച രാവിലെ ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് ആദ്യമേ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വര പോലെ കണ്ടത്. അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ ഒരു എക്സ്റേയും കൂടെ എടുത്തപ്പോൾ എക്സ്റേക്കകത്ത് കത്രിക കിടക്കുന്ന കാണുന്നു. എന്നിട്ട് ഇന്നലെ വൈകിട്ട് നാസർ ഡോക്ടറുടെ വീട്ടിൽ പോയി. ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോൾ ഡോക്ടർ ഈ പടം ഇങ്ങനെ വെച്ച് നോക്കിയപ്പോഴാണ് ഞാൻ കത്രിക കാണുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അവരുടെ ആ ഒരു ഇൻസിഡൻറ്റ് മൊത്തം നറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ
ലളിതാംബിക എന്ന് പറഞ്ഞൊരു ഡോക്ടറെ പേര് ഇവർ പറയുന്നുണ്ട്. ഈ ലളിതാംബിക ഡോക്ടറാണ് 2021 വണ്ടാനം മെഡിക്കൽ കോളേജിൽ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയിട്ടുണ്ടായിരുന്ന വ്യക്തി. ഈ ഡോക്ടറെ അടുത്ത് നിന്ന് മീഡിയ ചെന്ന സമയത്ത് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് സത്യത്തിൽ എന്നെ ഞെട്ടിച്ചത്. ആക്ച്വലി ഈ ഒരു വിഷയം കുറച്ചും കൂടി മെച്യൂറായിട്ട് ഹാൻഡിൽ ചെയ്യണം ഒരു ഡോക്ടർ. ഇതവർ ഈ ഒരു എൻറ്റയർ ഇഷ്യൂ അവരത് സിസ്റ്റത്തിൻ്റെ തലയിലേക്ക് അടിച്ചു വെച്ച് വളരെ കാഷ്വലായിട്ട് അതൊക്കെ സിസ്റ്റത്തിൻ്റെ പോരായ്മയാണ്. അങ്ങനെ ഇപ്പോൾ ഒരു സാധനം വയറ്റിലിരുന്നാൽ എന്താന്നുള്ള ലാഘവത്തോടു കൂടി സംസാരിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. സർക്കാർ സംവിധാനങ്ങളിലുള്ള ഡോക്ടർമാർക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡാണെന്നുണ്ടെങ്കിൽ പോകുന്ന രോഗികളോട് അവരെന്തൊക്കെ കാണിച്ചു കൂട്ടും. എന്താണെങ്കിലും ഈ ലളിതാംബിക ഡോക്ടർ സംസാരിച്ച് നമുക്കൊന്ന് നോക്കാം. അത്രയല്ല, മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്, വളരെ നീളം കുറവ്. ഈ എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് വ്യൂ ആണ്. നമുക്ക് അത്രയല്ല, മസ്കിറ്റോ ആണ്. മസ്കിറ്റോ എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് വെസലിൽ നിന്ന് ബ്ലഡ് വരുമ്പോൾ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണമാണ്. അപ്പോൾ അത് പോകാൻ പാടില്ല. പക്ഷേ ഇത് ശരിക്കും ഇൻസ്ട്രുമെൻസിൻ്റെ എണ്ണം ആദ്യമേ ഒരു ബോർഡിൽ എഴുതണം, ഒരു സ്ക്രബ് നഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെൻ്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ എൻ്റെ അറിവിൽ എടുത്തോളം ഫ്ലോർ നഴ്സ് എന്നൊരു സ്റ്റാഫ് ഉണ്ടാവാറില്ല. അപ്പം ചെയ്യുന്ന ഡോക്ടറും ചെയ്യുന്ന സിസ്റ്ററും കൂടെ ഇത് ആദ്യമേ ഒന്ന് എണ്ണും, എണ്ണിയിട്ട് ലാസ്റ്റ് വീണ്ടും ഒന്നും കൂടെ എണ്ണും. അപ്പോൾ ആ എണ്ണത്തിൽ മനസ്സിലെ ഓർമ്മയിൽ എന്തെങ്കിലും പിശക് വന്നു പോയാൽ ഇങ്ങനെ വരാം. പിന്നെ എണ്ണത്തിലെ പിശക് കൊണ്ടാണല്ലോ ഇപ്പം മറന്നു വയ്ക്കുന്നത്. സ്ക്രബ് നേഴ്സിൻ്റെ വിഷയമാണ്, ഫ്ലോർ നേഴ്സ് ഇല്ലാത്ത വിഷയമാണ്. എന്തിനാ ഇങ്ങനെ വളച്ചു കെട്ടി കാര്യങ്ങൾ പറയുന്നത്? നിങ്ങൾ 10-38 വർഷം സർക്കാർ ഹോസ്പിറ്റലിൽ സർവീസുള്ളൊരു ഡോക്ടറാണ്. നിങ്ങൾ ഡിമാൻഡ് ചെയ്യണം സർക്കാരിനോട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇനി എക്സ്ട്രാ ഹെൽപ്പിംഗ് ഹാൻഡ്സ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലേ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ദിസ് ഹാപ്പൻഡ് ഇൻ എ കോവിഡ് ടൈം, റഷാണ്, കോവിഡ് ടൈമാണ്. കൂടുതൽ നിങ്ങൾക്ക് മാൻ പവറിന് ചോദിച്ചുകൂടെ? സാധാരണക്കാരൻ ഇനി ഇവിടുന്ന് പോണ വഴിക്ക് ഡോക്ടറെയും നഴ്സിനെയും ഒക്കെ തള്ളി എഴുന്നള്ളിച്ച് വേണോ? ഇന്ന ചികിത്സിക്കാനുള്ള ഡോക്ടറെ ഞാൻ തന്നെ കൊണ്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് തോളത്തുകൂടി കൈയിട്ട് ഒരു തോളത്തൊരു ഡോക്ടർ ഒരു തോളത്തൊരു നഴ്സിനെയും കൊണ്ടിട്ട് വേണോ സർക്കാർ ആശുപത്രി ചെല്ലാൻ? എന്തുവാ ഇവർ പറയുന്നത്? ഇവർ വളരെ കാഷ്വലായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഇവർ ഈ 10-38 വർഷം ഒരു ഹോസ്പിറ്റലിൽ സർക്കാർ സംവിധാനത്തിൽ വർക്ക് ചെയ്തിട്ട് അവർക്ക് അറിയില്ല അവിടെ സ്ക്രബ് നേഴ്സ് ഉണ്ടോ, ഫ്ലോർ നേഴ്സ് ഉണ്ടോ, ഇവിടെ ആരാണ് ഈ ഇൻസ്ട്രുമെൻസിൻ്റെ മൊത്തം ആദ്യം കൗണ്ട് എടുക്കുന്നത്, അവസാനം കൗണ്ട് എടുക്കുന്നത്, ഇതൊന്നും അറിയില്ല. ഇനി ഇത് ക്രോസ് ചെക്ക് ചെയ്യുന്നൊരു ഡോക്ടർ കടമയല്ലേ? നേരെ കൊണ്ടുപോയി നഴ്സിൻ്റെ തലയിലിട്ട് ഓടാന്നാണോ? ബെസ്റ്റ് ഡോക്ടർ എന്തായാലും. പിന്നെ വേറൊന്ന്, ഈ രോഗിക്ക് ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അന്ന് വന്നതാണോ എന്ന് എങ്ങനെ അറിയാം? ഈ ഓപ്പറേഷനിലാണ് വന്നതെന്ന് എന്താ ഓർമ്മ? ഇല്ല, കാണത്തില്ല. അത് ഒമ്മൻ്റെ എല്ലാം കൂടെ മോളിൽ കയറി നമ്മൾ കാണത്തില്ല. അതെനിക്ക് അറിഞ്ഞൂടാ, ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇല്ല. അതിലെ ഒരു കാര്യം വെച്ചാൽ പക്ഷേ 20 വർഷം മുമ്പോ അല്ല 30 അനങ്ങാതിരിക്കുക. ഇത് പാക്കും ഇരിക്കാം, ഇതും ഇരിക്കാം. പിന്നെ വേറൊന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവർ പോയത് ഇതിനൊന്നുമല്ല, അവർക്ക് മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖത്തിന്, അതിൻ്റെ വേദനയായിരുന്നു. അല്ല, ഞാനല്ല ചെയ്തത്. അല്ല എന്ന് 100% എനിക്കറിയാം. അയ്യോ, ചെയ്യരുതേ, അതേ പറയാനുള്ളൂ. കാരണം ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ചെയ്യാതിരിക്കുന്നതാ നല്ലത്. അല്ല, നിങ്ങൾ എന്ത് ഈ പറയുന്നത് മാഡം? ഏതോ 20 വർഷം മുന്നേ കഴിഞ്ഞൊരു സർജറീൻ്റെ ഭാഗമായിട്ട് അതാണോ ഇത് എന്നുള്ളൊരു സംശയം 36 എന്നിട്ട് പറയുന്നുണ്ട്. ഇത് നമുക്ക് കെമിക്കൽ എക്സാമിനേഷനൊക്കെ വിട്ട് നോക്കാം, അതിൻ്റെ ഏജിങ് എത്ര ഉണ്ട് എന്നുള്ളത് അറിയണം എന്നൊക്കെ. ഈ ഫോസെപ്സിൻ്റെ ഒരു തലയ്ക്കൊരു ഒരു തരത്തിലും ഒന്നിനോടും കെയർ ചെയ്യുന്നില്ല, എനിക്കിതൊരു വിഷയമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണോ? 20 വർഷം മുന്നേ അവർക്കൊരു സർജറി കഴിഞ്ഞ് 20 വർഷം എന്നൊക്കെ പറഞ്ഞ് ഇവർ കൊടുത്തതാണ്. 36 ഒന്നും കൂടി തള്ളാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ജനിച്ചു വീണപ്പോൾ മുക്കൾ കൂടി മുറിച്ചപ്പോൾ ഒരു സാധനം കാണില്ല, ഒരു സിസേഴ്സ്, അതെങ്ങാനും കൈ തട്ടി അകത്ത് പോയി എന്ന് പറയും. ഇല്ലെങ്കിൽ ചിലപ്പോൾ പറയും എന്താ അറിയോ, അതാ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ പറഞ്ഞ ലേഡി അവർ വിഴുങ്ങി അത് അടിച്ചു മാറ്റി കൊണ്ടുപോയതാന്ന് പറയും. കുറച്ചുകൂടി വിട്ടിരുന്നെങ്കിൽ ഈ മുതൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമായിരുന്നു. ഇത്രയും കാഷ്വലായിട്ട്, ഇത്രയും എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഡീൽ ചെയ്തൊരു ഡോക്ടറിനെ ഞാൻ അടുത്ത കാലത്ത് എവിടെയും കണ്ടിട്ടില്ല. വളരെ സുഖമായിട്ട് അവർ പറയാം സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്, അതുമായിട്ട് ഇരുന്നാലെന്താ, ഇത്തിരി പോകുന്ന സാധനമല്ലേ. കൊള്ളാം എന്താണെന്നുണ്ടെങ്കിലും ഡോക്ടർ. പക്ഷേ ഇത് 3.5 കിലോ ഉള്ളതും ക്യാൻസർ ആണോ എന്ന് സംശയമുള്ളതുമായ ഒരു ട്യൂമർ ആയിരുന്നുകൊണ്ടാണ് 10-ാം തീയതി അഡ്മിറ്റ് ചെയ്ത് 12-ാം തീയതി ചെയ്ത് 15-ന്, അത് ഇന്നലെ അവർ TV പറഞ്ഞതാണ്, 15-ന് വിട്ടു. എനിക്ക് ഓർമ്മയില്ല, 3 ദിവസം കൊണ്ട് അവരെ വിട്ടു എന്ന് അവർ പറഞ്ഞു ഇന്നലെ. അപ്പോൾ അത്രയും സിൻസിയറായിട്ടും കാര്യമായിട്ടും അവരന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്.
ഈ വീട്ടിൽ ആരെയും കാണില്ല. അത് വെറുന്നോ, ഞാൻ ആരോടും മേടിച്ച, ഇവിടെ ആലപ്പുഴയുള്ള എല്ലാവർക്കും അറിയാം, ആരോടും ഞാൻ സർജറിക്ക് വേണ്ടി ഇന്ന് വരെ പൈസ മേടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവരോട് ഞാൻ മേടിച്ചിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. ഈ പ്രൈവറ്റ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമൊന്നുമില്ല. ആളുകൾ വരും, വന്ന് പല പരിചയത്തിൻ്റെ പേരിലും പലരും വിളിച്ചൊക്കെ ഈ രാഷ്ട്രീയക്കാർ തന്നെ വിളിച്ചു പറഞ്ഞൊക്കെ ഒത്തിരി പേര് വന്ന് എന്നെ കാണാറുണ്ട്. അതൊന്നും ഒരു വലിയൊരു മറ്റ് പ്രൈവറ്റ് ആശുപത്രികളിലെ പ്രൈവറ്റ് കൺസൾട്ടേഷൻ പോലെ വലിയൊരു സംഭവമൊന്നുമല്ല, നമ്മൾ സമ്പാദിക്കുന്ന കാര്യമൊന്നുമല്ല. ഞാനൊരു 38 കൊല്ലം ഗവൺമെൻറ്റിൽ വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്ത ആളാണ്. മനസ്സിലായോ? എന്തിനാണ് ഈ തുച്ഛമായ ശമ്പളം എന്നുള്ള പുച്ഛമൊക്കെ 38 വർഷം പിടിച്ചു നിർത്തിയത് മാഡം? പിന്നെന്താ പ്രൈവറ്റ് കൺസൾട്ടേഷൻ ഒരു വിഷയമല്ലാന്നോ? സംഗതി ശരിയാണ്, സർജറിക്ക് കാശ് വാങ്ങിയിട്ടുണ്ടാവില്ല, കൺസൾട്ടേഷൻ പൈസ മേടിച്ചിട്ടുണ്ടല്ലോ. ഈ സർജറി കഴിഞ്ഞ ലേഡിയുടെ മകൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവരുടെ വീട്ടിൽ പോയിട്ടാണ് ഇവർക്ക് കൺസൾട്ടേഷൻ എടുത്തതെന്നും വീട്ടിലെ കൺസൾട്ടേഷൻ കൃത്യമായി ഇവർ പൈസ മേടിച്ചിട്ടുണ്ടെന്നും അവർ കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അതെങ്ങനെയാണ് മാഡം അത്ര ഈസി ആയിട്ടാണ് തള്ളിക്കളയാൻ പറ്റുക? ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുമ്പോൾ വീട്ടിൽ പ്രൈവറ്റ് കൺസൾട്ടേഷൻ വെച്ച് കാശ് വാങ്ങാൻ പാടില്ല എന്നില്ലേ? ഇവർക്ക് മൊത്തത്തിൽ അതാണ്. അതായത് ഇതെങ്ങനെയെങ്കിലും ഒക്കെ ഒരു സിസ്റ്റത്തിൻ്റെ തലയിൽ കൊണ്ടുപോയിടണം. സിസ്റ്റം മോശമാണ്, അതുകൊണ്ട് ഇതൊക്കെ അതിൻ്റെ പ്രശ്നമാണ്. അപൂർവമാണ്. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. അത് യൂറിനറി സ്റ്റോണിൻ്റെ വേദനയാണ്. ഇതിപ്പം ഈ ഒരു സിംറ്റം വന്നുകൊണ്ട് കണ്ടുപിടിച്ചു. അൾട്രാസൗണ്ട് ചെയ്തിട്ട് വരാൻ പാടില്ല, ഇൻസ്ട്രുമെൻ്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയിൽ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിൻ്റെ ഫെയിലിയർ. എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതാനുള്ള സ്റ്റാഫില്ല? ആ സ്റ്റാഫ് എഴുതി കഴിഞ്ഞ് ഡോക്ടറും കൂടെ ചേർന്ന് ചെക്ക് ചെയ്യണം. സ്റ്റാഫ് ഇല്ല, സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ, കെയർലെസ്നെസ് ആണ്. ഉള്ള സ്റ്റാഫിൻ്റെ കെയർലെസ്നെസ്, അവരുടെ ശ്രദ്ധക്കുറവ്. സിസ്റ്റത്തിന് ഫെയിലിയേഴ്സ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇതേ ഫെയിലിയറായിട്ടുള്ള സിസ്റ്റം അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, ഇനി മുന്നിക്കുണ്ടാവും. പക്ഷെ ചെയ്യുന്ന ജോലിയോടൊരു കൂറ് വേണം, അതിനോടൊരു ആത്മാർത്ഥത വേണം. 50 വർഷം ഇത് വായിലിരുന്ന ഒരു കുഴപ്പമില്ല എന്നല്ലേ. ഡോക്ടർ നാളെ ഒരു കാര്യം ചെയ്യും, രാവിലെ മുതൽ 2 സർജിക്കൽ ബ്ലേഡും ഇതേപോലെ ഫോർസിപ്സൊക്കെ എടുത്ത് വിഴുങ്ങ്, എന്നിട്ടൊരു 50 കൊല്ലം ജീവിച്ച് കാണിച്ചു. ഇവർക്ക് ഇതൊക്കെ എന്താ പറയുക, ഇത് സ്ഥിരം ആറ്റിറ്റ്യൂഡാണ് ഈ ഗവൺമെൻറ് സർവീസിൻ്റെ ഭാഗമായിട്ടുള്ളവർക്കൊക്കെ. സംഗതി നമ്മൾ മന്ത്രിമാരെ കുറ്റം പറയും, MLA MP ഒക്കെ കുറ്റം പറയും നമ്മൾ. പക്ഷേ നമ്മൾ ഗവൺമെൻറ് സ്റ്റാഫുകളായ ഗവൺമെൻറ് സാലറി മേടിച്ചിട്ട് ഗവൺമെൻറ്റിൽ സർവീസ് നമുക്ക് തരേണ്ടതായുള്ള ഇതേപോലുള്ള ആളുകൾ, ഇവർക്കൊരു തരം ആറ്റിറ്റ്യൂഡുണ്ട് ഈ സാധാരണ ജനങ്ങളോട്. ഞങ്ങൾ ഗവൺമെൻറ് ജോലിക്കാരാണ്, ഞങ്ങൾക്കൊരു വിഷയമില്ല. ഒരു കൊടൂര ആറ്റിറ്റ്യൂഡും ഇഗ്നോറൻസോ ആവും ബാക്കി നോർമൽ ആൾക്കാരോട്. അതേപോലെ ഇവരൊന്നും ഇത്ര കൂളായിട്ട് വർത്തമാനം പറയും തോന്നുന്നു. ഇന്ന് ഈ ഒരു എൻറ്റയർ ഇഷ്യൂ ഈ രീതിയിൽ കത്തിപ്പിടിച്ച് മോശമാവുന്നുണ്ടെങ്കിൽ അത് ഇവരൊറ്റ ഒരാൾ ഡീൽ ചെയ്ത കാരണം കൊണ്ടാണ്. പിന്നെ വീണ ജോർജിൻ്റെ കാര്യം അറിയാമല്ലോ, 36 ഒരേ സാധനം മന്ത്രിയായ മുതൽ ഓട്ടോ റെക്കോർഡ് പഠിച്ചു വെച്ചതാണ്. ഇനി നിങ്ങൾ കേട്ടോ. വളരെ ഗൗരവമുള്ളതാണ്. അതിൽ ആ രീതിയിൽ പിഴവുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും. അടിയന്തരമായ റിപ്പോർട്ട് ലഭ്യമാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിച്ച് നൽകണം. ആരൊക്കെയാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്, എപ്പോൾ എങ്ങനെ പരിശോധിച്ചു, മറ്റുള്ള അതിന്റെ അനുബന്ധമായി നടന്ന കാര്യങ്ങൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഉച്ചയ്ക്ക് മുമ്പ് നൽകണമെന്നുള്ളത് DMEയോട് ആവശ്യപ്പെട്ടു. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ DHSനോട് അന്വേഷിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമായിട്ട് കാണുന്നു, വളരെ ഗൗരവമായി കാണുന്നു. ഇതിന് ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവും. അർഷിനയോട് ഞാൻ സംസാരിച്ച് ഞങ്ങളൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിലൊരു തീരുമാനം എടുത്ത് അർഷിനെ അറിയിക്കും എന്നുള്ളത് പറഞ്ഞു. വിദഗ്ധരുടെ ഒരു സമിതി രൂപീകരിച്ച് ഇത് സംബന്ധിച്ച വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, അതിൽ ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കും. അത് കർശനമായിട്ടുള്ള നടപടിയായിരിക്കും. സർ, ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നത് അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് കാണുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് പരാതികൾ ലഭിച്ചാൽ അത് എത്രയും വേഗം തന്നെ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിച്ച് വരുന്നുണ്ട്. വീഴ്ചയുള്ള കേസുകളിൽ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു. കേട്ടല്ലോ, ഇത് മറ്റേ ഓട്ടോ റെക്കോർഡ് ഇട്ട് പഠിച്ചു വെച്ച പോലെ 37 ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചികിത്സാ പിഴവാണോ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാണോ, ഇന്നാ അന്വേഷണ റിപ്പോർട്ട് വരണം. ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയും. എന്താണെങ്കിലും ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നിപ്പോൾ ഇതിലൊരു തീരുമാനമായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ സർജറി ചെയ്ത ഡോക്ടർ J. ഷാഹിദ എന്ന് പറഞ്ഞ ഡോക്ടറും
പിന്നെ അവിടെ അന്ന് സർജറിക്ക് ഒപ്പം ഉണ്ടായിരുന്ന നഴ്സിനെയും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് PS ധന്യ എന്ന് പറഞ്ഞുള്ള നഴ്സിനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട്. അതിന് ഡിസ്മിസൽ ആവുക എന്താവും എന്നുള്ളതൊക്കെ കണ്ടറിയണം. കാരണം കേരളത്തിൽ നമ്മൾ ഇതിനു മുമ്പും ഇതേപോലുള്ള സിമിലർ കേസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഹർഷീന എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇതേ അവസ്ഥയിൽ വയറ്റിനകത്ത് ഇതേപോലൊരു രോഗകഷ്ണം വെച്ച് തുന്നി വിട്ടിട്ട് അവർ ചെയ്യാത്ത ഫൈറ്റില്ല. ഇതേ വീണ ജോർജ് അവരുടെ അടുത്ത് പോയിട്ട് വാഗ്ദാനം കൊടുത്തു പോകുന്നിട്ടും ഇപ്പോൾ ഒരു 2-3 മാസം മുന്നേ വീണ്ടും അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാഗ്ദാനങ്ങളൊക്കെ വാഗ്ദാനങ്ങളായിട്ട് നിൽക്കും. ഇതിപ്പോൾ KC വേണുഗോപാലൻ കണ്ട് ഇന്നലെ ഇടപെട്ടുകൊണ്ടാണ് ഇവർക്ക് എത്രയും പെട്ടെന്ന് ശസ്ത്രക്രിയ ചെയ്ത് റിമൂവ് ചെയ്യുക എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ മാറിയത്. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് മൊസ്കിറ്റോ ഫോസിപ്സ് വിഴുങ്ങി ആ വിഴുങ്ങിയത് കള്ളത്തരത്തിൽ ഇവർ അടിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ വേണ്ടി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെതിരെ ചിലപ്പോൾ ഒരു കേസ് എടുക്കാൻ വരെ മടിക്കാതിരിക്കും. അങ്ങനത്തെ പരിപാടി വരെ ഇവർ കാണിച്ചാളോടി. ഈ ഒരു ഡോക്ടർ ഷാഹിദ എന്ന് പറഞ്ഞുള്ളൊരു ഡോക്ടറാണ് ഈ വിഷയത്തിൽ ഇവരുടെ ഇത് സർജറി ചെയ്തിട്ടുള്ളത്. 36 വിളിച്ചപ്പോൾ അതിലേറെ കോമഡി കേട്ടോ. സ്റ്റാഫ് നേഴ്സ് എന്ന് പറയുന്ന സിസ്റ്ററിന്റെ അടുത്ത്, സിസ്റ്ററാണ് ഇൻസ്ട്രുമെന്റും എല്ലാം കൊണ്ട് കയറുന്നത്. ഇത്ര ഇൻസ്ട്രുമെന്റ് ഒക്കെ സിസ്റ്ററിന് നല്ല ഇതാണ്, അവർക്കൊരു കണക്കുണ്ട്, മനസ്സിലായില്ലേ? അവർ ആ കണ്ടിൽ കെട്ടുമ്പോഴേ അവരുടെ ഒരു കണക്ക് വെച്ചാണ് കെട്ടുന്നത്. സിസ്റ്ററിനാണ് ഇത്ര കൗണ്ട്, ഇപ്പൊ 6 സ്പഞ്ച്, 6 മോസ്കിറ്റോ, അങ്ങനത്തെ കണക്ക്, മനസ്സിലായില്ലേ? അപ്പൊ അത് സിസ്റ്ററിന്റെ അടുത്താണ് നമ്മൾ റീകൺഫേം ചെയ്യുന്നത്. അപ്പം സർജറി കഴിഞ്ഞ് ബ്ലീഡിംഗ് ഒന്നും ഇല്ല, എല്ലാം ഇതായി കഴിഞ്ഞ് നമുക്ക് ഇനി അബ്ഡമൻ ക്ലോസ് ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ അബ്ഡമൻ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ സിസ്റ്ററിന്റെ അടുത്ത് വെക്കും, സിസ്റ്ററെ ഇത് കൗണ്ട് മോപ്പും ഒക്കെ എല്ലാം കറക്റ്റ് ആണല്ലോ, റീകൺഫേം ചെയ്യും. എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാൻ ഒരു സ്റ്റിച്ച് എടുത്തിട്ട് നമ്മൾ ചോദിക്കും, സിസ്റ്റർ കൺഫേംഡ് ആണല്ലോ? അപ്പൊ യെസ് എന്നുള്ള ആ ഗ്രീൻ സിഗ്നൽ നമുക്ക് കിട്ടിയല്ലാതെ നമ്മൾ ഒരിക്കലും ക്ലോസ് ചെയ്യത്തില്ല. ഇത് പക്ഷെ അത് സീനിയർ സിസ്റ്ററും ആണ്, അതത്ര ലൈറ്റ് ആയിട്ട് എടുക്കുന്നതല്ല, പ്രാക്ടീസിങ് സിസ്റ്റേഴ്സും അല്ല. അപ്പൊ ഇനി അതില് എന്ത് പറ്റിയെന്നുള്ളത് അറിയത്തും. കേട്ടല്ലോ, അവർ പറയുന്നത് നഴ്സിൻ്റെ കുറ്റമാണ്, ഇത് സർജറി ചെയ്തത് എപ്പോഴാണെന്ന് അവർക്ക് അറിയില്ല. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു അത്യാവശ്യം വലിയ ഒരു ട്യൂമറാണ് റിമൂവ് ചെയ്തതെന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു വലിയ സർജറി ആയിരുന്നു, ഇമ്മീഡിയറ്റ് ആവശ്യമായിട്ടുള്ളൊരു സർജറി ആയതുകൊണ്ട് അവർക്കടക്കം ചെറിയൊരു ഓർമ്മ ഉണ്ടെന്ന് പറയുന്നത്. സർജറി ചെയ്ത ഡോക്ടർക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ അവസ്ഥ. വെറുതെ ആണോ പിണറായി വിജയൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അമേരിക്ക എന്ന് പറഞ്ഞ് പോകണത്? ഇവിടെ പോയി കിടന്ന പണിയാണ്, മനസ്സിലായില്ലേ? പ്രൈവറ്റ് പോകാനുള്ള കാശ് നാട്ടുകാരിയിലുമില്ല. ഇന്നലെ മാത്രം ഒരു കുട്ടിയുടെ കൈ വളഞ്ഞു എന്നുള്ളൊരു കേസ്, പിന്നെ ഈ ഒരു കേസ്, ഇങ്ങനെ ഒരുപാട് ഒരു 3-4 കേസ് ഇന്നലെ മാത്രം വന്നിട്ടുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ പോയിട്ട് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടിയ ട്രീറ്റ്മെൻറ്റ് മോശമായിരുന്നു, മെഡിക്കൽ നെഗ്ലിജൻസ് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെരി അൺഫോർച്ചുനേറ്റ്ലി എന്നാലും നമ്മൾ പറയും കേരളത്തിൽ നമ്പർ 1, വി ഹാവ് നമ്പർ 1 മെഡിക്കൽ സിസ്റ്റം ഇൻ കേരള. നമ്മൾ കമ്പയർ ചെയ്യുന്നത് ബാക്കി സ്റ്റേറ്റ് ആയിട്ടുമല്ലേ, അതാ രസേ. നമ്പർ 1 കേരള മെഡിക്കൽ സിസ്റ്റം നമ്മൾ കമ്പയർ ചെയ്യുന്നത് അമേരിക്കേനെയായിട്ടും ചൈനേനായിട്ടും ജപ്പാനായിട്ടും കൊറിയനെയും റഷ്യനെയൊക്കെ ആയിട്ടാണ്. എന്നിട്ട് എന്താ ലാസ്റ്റ് ഇതേപോലെ സർജറി കഴിഞ്ഞാൽ ആരുടെയെങ്കിലും വയലിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കുത്തിത്തിരികെ വിടും. ചോദിച്ചു എന്നാൽ ഞാൻ പറയും 50 കൊല്ലം അത് അവിടെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വെച്ചതാണ്. 37 ഒരുമാതിരി വെച്ച് വിട്ട പോലെ ഉണ്ട്. 50 വർഷം അത് അനങ്ങാതിരിക്കും, ഞാനാ വെച്ചെന്നുള്ള ഗ്യാരണ്ടിയാണ്. കഷ്ടം തന്നെയാണ്.